നമുക്കിനി മറ്റൊരു പഞ്ചായത്തിലേക്ക് പോകാം. കണ്ണാടി പഞ്ചായത്തിൽ നിന്നും ഏറ്റവും പുതിയവர்களுമായി ശ്രീധർ ശ്രീകുമാരൻ ചെയ്തിട്ടുണ്ട്. ശ്രീത്ത്, കണ്ണാടിയിൽ നേരത്തെ നമ്മൾ കണ്ടതാണ്, വൈകിട്ടൊക്കെ വളരെ ചെറിയ രീതിയിൽ മാത്രമായിരുന്നു അവിടെ പോളിംഗ്, മന്ദഗതിയിലായിരുന്നു, കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സാഹചര്യം എന്താണ്? എല്ലാ ബൂത്തിലും അവിടെ പോളിംഗ് പൂർത്തിയായിട്ടുണ്ടോ? വിവരങ്ങൾ. കണ്ണാടിയിൽ ഒരു ബൂത്തിൽ, കണ്ണാടി പഞ്ചായത്തിൽ 20 ബൂത്തുകളാണ്, അതിലൊരു ബൂത്തിൽ മാത്രമാണ് ഇപ്പോൾ കാര്യമായ രീതിയിലുള്ള തിരക്കുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കടക്കുറിശി ബൂത്താണ്. അവിടെ ഏതാണ്ട് ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു 70 പേരായിരുന്നു, അതിപ്പോൾ ഒരു 50ഓളം പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അത് അവർക്ക് എല്ലാവർക്കും ടോക്കൺ നൽകിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്കൂളിലാണ്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണാടി, അവിടുത്തെ 163 നമ്പർ ബൂത്തിലാണ്. നമുക്ക് ഇവിടുത്തെ ബൂത്ത് ഏജന്റുമാരോട് ചോദിക്കാം, ഇവിടുത്തെ കഴിഞ്ഞോ, എല്ലാം അവസാനിച്ചോ? അപ്പോൾ കഴിഞ്ഞു. എത്ര വോട്ട് വരെ പോൾ ചെയ്തു? ഇപ്പോൾ 916 വോട്ട്, 18 വോട്ടോ. ഇപ്പോൾ 1328 വോട്ടുണ്ടല്ലോ. 1300. സാധാരണ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവുണ്ട്, പാർലമെന്റ് ഇലക്ഷനേക്കാൾ കുറവ്. അതിന് വെച്ച് 9 വോട്ടിന്റെ കുറവുണ്ട്. 9 വോട്ടിന്റെ കുറവ് വന്നിട്ടുണ്ട്. 49% അല്ലേ? 1328. അതെ, 9%. ആത്മവിശ്വാസത്തിലാണോ നിങ്ങളൊക്കെ? വിശ്വാസത്തിലാണ്. എല്ലാവരും സന്തോഷത്തിൽ, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോയി. വളരെ പാർട്ടിക്കാരും പരസ്പരം സമയം വൈകിയാലും സംഗതി വൃത്തിയായിട്ട് കാര്യങ്ങൾ. എത്ര പേരുണ്ടായിരുന്നു 5:45 ശേഷം? 100 പേരുണ്ടായിരുന്നു. അതിന് ടോക്കൺ തന്നതിന് ശേഷം ഒരു 69-70 പേരുണ്ടായിരുന്നു. ഇതിപ്പോ പ്രശ്നം മാത്രം പെട്ടെന്ന് തന്നെ തീർത്തു. ആളുകൾ 15:06 വോട്ട് കഴിഞ്ഞു. അപ്പുറത്തെ ബൂത്തിലും വോട്ട് കഴിഞ്ഞു. അതാണ് പറയുന്നത്. വോട്ടിങ്ങിലൊരു ഇവിടെ സമയം കൂടുതൽ എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു 6 മണി മുമ്പ് തന്നെ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. ചിലയിടങ്ങളിലൊക്കെ ശ്രീജിത്ത്, ഈ വോട്ടർമാർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം ചിലയിടങ്ങളിൽ പോളിംഗ് തുടങ്ങാൻ വൈകിട്ടുണ്ടെന്നാണ്. അങ്ങനെ എന്തെങ്കിലും പരാതികളോ ആക്ഷേപമോ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? കണ്ണാടി പഞ്ചായത്തിലെ ഒരു ബൂത്തിൽ, അത് അവിടുത്തെ ABUP സ്കൂളിൻ്റെ താഴത്തെ ഒരു ബൂത്തിൽ കുറച്ച് നേരം ഹെൽത്ത് സെൻ്റർ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കുറച്ച് നേരം ഏതാണ്ട് വൈകിയതല്ല, അവിടെ ഏതാണ്ട് കറണ്ട് ഏതാണ്ട് അരമണിക്കൂറോളം പോയി. അവിടെ ആ സമയത്ത് തടസ്സപ്പെട്ടു എന്നാണ്, പോളിംഗ് തടസ്സപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ആ സമയത്ത് കാര്യമായ രീതിയിലുള്ള ആളുകളുണ്ടായിരുന്നില്ല. അവിടെയും ഏതാണ്ട് 6 മണി വരെ ഒന്നും കാര്യമായ രീതിയിൽ പോളിംഗ് നീണ്ടു നിന്നിരുന്നില്ല. വലിയ തർക്കമായി ഉയരുന്നത് ശ്രീജിത്ത്, ഇപ്പോഴും വോട്ട് ചെയ്യാൻ 1 മിനിറ്റൊക്കെ വൈകി എത്തിയവർക്ക് പോലും പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. പലരും ജോലി കഴിഞ്ഞെത്തിയവർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പോളിംഗ് ചിലയിടങ്ങളിലൊക്കെ വൈകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജനാധിപത്യ അവകാശങ്ങൾ തടസ്സപ്പെടുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ വോട്ടർമാർ ഉന്നയിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ വലിയ പരാതിയുമായി അവർ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആ തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത് ഈ വൈകൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ. തീർച്ചയായും അത് പരിശോധിക്കപ്പെടണം. പക്ഷെ നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഗോപികൃഷ്ണൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ബൂത്തിൽ നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. കണ്ണാടി പഞ്ചായത്തിലെ ബൂത്താണ്. ആ നമ്പർ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഇല്ല. ആ ബൂത്തിൽ നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഏതാണ്ട് അരമണിക്കൂറിനകം തന്നെ ആ കറണ്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. ആ സമയത്തൊന്നും കാര്യമായ രീതിയിലുള്ള തിരക്ക് അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. ആളുകൾ വന്ന് സുഖമായി തന്നെ വോട്ട് ചെയ്ത് പോയി. അപ്പോൾ തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെയും 6 മണിക്ക് മുൻപ് തന്നെ അവസാനിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മറ്റ് കാര്യമായ പ്രശ്നങ്ങൾ, ഞാൻ നിൽക്കുന്ന കണ്ണാടി പഞ്ചായത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ കണ്ണാടി പഞ്ചായത്തിലെ കുടുംബ പഞ്ചായത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചില ബൂത്തുകളിൽ, തണ്ണീർപന്തലടക്കമുള്ള ചില മേഖലയിലെ ബൂത്തുകളിൽ നമ്മൾ പോയിരുന്നു. മമ്പറം മേഖലയിലെ ബൂത്തുകളിലൊക്കെ നമ്മൾ പോയിരുന്നു. അവിടെയൊക്കെ നീണ്ട നിരയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ അവർ ഏറ്റവും എടുത്ത് പറയുന്നത് ആ നീണ്ട നിരക്ക് കാരണം ഈ വോട്ടിംഗ് മെഷീനിൽ കുറച്ച് ഡിലേ ഉണ്ട് എന്നാണ്. അവിടെ പക്ഷേ വൈകിട്ടാവുമ്പോഴേക്കും കാര്യമായി, നമ്മൾ അവിടെ വൈകുന്നേരവും പോയിരുന്നു, കാര്യമായ രീതിയിലുള്ള തിരക്ക് ആ മേഖലയിൽ ഉണ്ടായിരുന്നു. കണ്ണാടി പഞ്ചായത്തിൽ രാവിലെ തന്നെ കാര്യമായ രീതിയിൽ ആളുകൾ വന്ന് ഉച്ചയ്ക്ക് വെയിലാവുന്നതിന് മുൻപ് വന്ന് വോട്ട് പോൾ ചെയ്ത് പോകുന്നൊരു കാഴ്ചയാണ്. ഏതാണ്ട് 70%-ലധികമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ അവസാനത്തെ കണക്ക്, PRD തന്ന അവസാനത്തെ കണക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഇപ്പോൾ നിലവിൽ കഴിയില്ല. ഞാൻ മനസ്സിലാക്കുന്നതാണ് 70%-ന് മുകളിലായിട്ടുണ്ട് എന്ന്. എന്തായാലും കണ്ണാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്ത തരത്തിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതിൻ്റെ ശക്തി കേന്ദ്രമാണ്. സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് ഷാഫി പറമ്പിലിനോട് വല്ലാത്ത തോതിൽ സ്നേഹം കാണിക്കുന്ന ഒരു പഞ്ചായത്താണ്. സ്വാഭാവികമായി അത് ഇത്തരത്തിൽ നിലനിൽക്കില്ല എന്നാണ്. ശരി, കണ്ണാടി പഞ്ചായത്തിലെ പോളിംഗ് സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത്.